എല്ലാവർക്കും ഓറഞ്ച് പീലിൻ്റെ കുക്കിംഗ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ്ലെസ് പാൻ കേക്ക് ആണ്. അതിൻ്റെ ഒപ്പം അതിൻ്റെ കൂടെ കഴിക്കാനുള്ളൊരു സിമ്പിൾ സിറപ്പ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഈ അരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പാൻ കേക്ക്സ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്ത ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് ചെറു ചൂട് പാല് ചേർത്ത് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ആ പാല് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയ ചൂടുള്ള പാൽ എടുക്കാവോ, ഒരുപാട് തിളച്ച പാലോ അല്ലെങ്കിൽ തണുത്ത പാലോ എടുക്കരുത്. അതുപോലെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബട്ടർ ഉപയോഗിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. നമ്മളിവിടെ 1/2 കപ്പ് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഏത് ടൈപ്പ് ഓയിലായാലും കുഴപ്പമില്ല. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ കട്ടകളൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ ഒരു ദോശമാവിൻ്റെ ഒരു മാവിൻ്റെ പരുവത്തിലേക്ക് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഇതുപോലെ ഇരിക്കും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ. ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഈ മാവിൽ നിന്ന് ഒരു 1/2 കപ്പ് മാവെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് 1.5 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സ് നമുക്ക് വേണമെങ്കിൽ ഒരു സിപ്പ് ബ്ലോക്കിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ മാറ്റാം. ഇനി നമുക്ക് പാൻ ചൂടാക്കാം. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ദോശമാവ് ഒഴിച്ചു കൊടുക്കുന്ന പോലെ തന്നെ ഒരു കയ്യിൽ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ദോശമാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊന്ന് പരത്തി കൊടുക്കും. ഇവിടെ അത് ചെയ്യരുത്. അപ്പം നേരത്തെ നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് മിക്സ് മാറ്റി വെച്ചിട്ടുണ്ടാകും. അത് വെച്ച് ഞാനിവിടെ ഒരു ഫ്ലവർ വരയ്ക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഫ്ലവർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് സ്മൈലി ഫേസസ് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ഇനി ഈ പാൻ കേക്ക്സിലേക്കുള്ള നമുക്കൊരു സിമ്പിൾ സിറപ്പ് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി 2 കപ്പ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് 1 കപ്പ് വൈറ്റ് ഷുഗറും 1/2 കപ്പ് ബ്രൗൺ ഷുഗറും ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ 1/2 കപ്പ് ബ്രൗൺ ഷുഗറിൻ്റെ പകരം വൈറ്റ് ഷുഗർ തന്നെ യൂസ് ചെയ്യാം. ഇനി അത് നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വാനില എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുക്കുക. പക്ഷേ വാനില എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം വാനില എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കത് ചൂടോടെ തന്നെ കുറച്ച് ബട്ടറൊക്കെ ഒഴിച്ച് ഈ സിറപ്പൊക്കെ ഒഴിച്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻസിലൂടെ അറിയിക്കണം. താങ്ക് യു.